ഇടുക്കിയിലെ അനധികൃത പാറ ഖനനത്തിൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം നടക്കുമ്പോഴും നൂറുകണക്കിന് ലോഡ് കരിങ്കല്ലാണ് നിർബാധം പൊട്ടിച്ച് കടത്തിക്കൊണ്ടിരിക്കുന്നത്. കാഞ്ചിയാർ വില്ലേജിലെ പടുകയിൽ 500 മീറ്റർ ദൂരത്തിൽ പ്രവർത്തിക്കുന്ന 2 അനധികൃത പാറമടകൾ. ജിയോളജി വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയ സ്ഥലത്ത് നിയമത്തെ വെല്ലുവിളിച്ചാണ് കുളം നിർമ്മാണത്തിന്റെ മറവിൽ പാറ പൊട്ടിക്കൽ തുടരുന്നത്. 24 എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ ദിവസം 24 സംഘം കടന്നു ചെന്ന കാഞ്ചിയാർ പടുകയിലെ അനധികൃത പാറമടയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റൊരു അനധികൃത ഖനനമാണിത്. കുളം നിർമ്മാണത്തിന്റെ മറവിലാണ് ഇവിടെ നിന്നും ലോഡ് കണക്കിന് കരിങ്കല്ല് പൊട്ടിച്ചു കടത്തിയത്. ഇവിടെ കുളം നിർമ്മിക്കാൻ യാതൊരുവിധ അനുമതിയും ജിയോളജി വകുപ്പ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യവും. കോട്ടയം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് പഴയ കുളത്തിന്റെ വലിപ്പം കൂട്ടാൻ എന്ന പേരിൽ പാറ പൊട്ടിച്ചത്. മൈനിങ് ആൻഡ് ജിയോളജി വിഭാഗം കഴിഞ്ഞ ജനുവരിയിൽ അനധികൃത ഖനനം കണ്ടെത്തിയിട്ടും നടപടിയെടുത്തില്ല. ജില്ലയിലെ അനധികൃത ഖനനത്തിൽ അന്വേഷണം നടക്കുമ്പോഴും ഇവിടെ നിന്ന് ഇന്നലെയും ലോഡ് കണക്കിന് പാറ പൊട്ടിച്ചു കടത്തി. കാപ്പിത്തോട്ടത്തിനുള്ളിലൂടെയാണ് ഈ പാറമടയിലേക്ക് കടക്കേണ്ടത്. അനധികൃതമായി പൊട്ടിക്കുന്ന ഈ പാറമടയിലേക്ക് ആരെങ്കിലും കടന്നു വരുന്നുണ്ടോ എന്നറിയാൻ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതിനാണ് ഈ CCTV ഉൾപ്പെടെ ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്ഥലത്തിന്റെ സ്ഥിതി സംബന്ധിച്ച രേഖകൾക്കായി ജിയോളജി വകുപ്പ് ഉടുമ്പൻചോല തഹസിൽദാർക്കും കാഞ്ചിയാർ വില്ലേജ് ഓഫീസർക്കും കത്ത് നൽകിയിരുന്നു. അനധികൃത ഖനനം സംബന്ധിച്ച് കട്ടപ്പന പോലീസിനും വിവരം കൈമാറി. 6 മാസത്തിലധികമായി ഇവിടെ നിന്ന് പാറ പൊട്ടിച്ച് കടത്തുകയാണ്. അവധി ദിവസങ്ങളിലും പുലർച്ചെയുമാണ് പാറ പൊട്ടിക്കലും കടത്തും. അനധികൃത ഖനനത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയ ഈ സ്ഥലത്ത് കഴിഞ്ഞ ദിവസവും വ്യാപകമായി കരിങ്കല്ല് പൊട്ടിച്ച് കടത്തിയിട്ടുണ്ട്. അതിനുപയോഗിച്ച എക്സ്കവേറ്റർ ഉൾപ്പെടെ ഇപ്പോഴും ഇവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയമവ്യവസ്ഥയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് ഇടുക്കി ജില്ലയിലെ ഈ അനധികൃത പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.